നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ യാത്രകൾ ഏവർക്കും ഒരു സ്വപ്നമാണ്. അങ്ങനെ യാത്രകൾ പലപ്പോഴും പലതും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടമാകാറുണ്ട്. എന്നാൽ ഓർത്തു നോക്കൂ, ഇന്ത്യൻ പാസ്പോർട്ട് നഷ്ടമായാൽ എന്താകും അവസ്ഥ? വളരെ രസകരമായി യാത്ര ഇത്തരത്തിൽ മുന്നേറുന്നതിനിടയിലാണ് നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായി നാം അറിയുന്നത് പോലും. എന്നാലോ അറിയാതെ പോലും ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, വിദേശയാത്രയിൽ മറ്റൊരു രാജ്യത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നായ പാസ്പോർട്ട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ പരം ബുദ്ധിമുട്ടും ആശങ്കയും ഇത്തരം യാത്രകളിൽ നമുക്കുണ്ടാകും, പ്രത്യേകിച്ച് വിദേശയാത്രകളിൽ. നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് വിദേശത്തെ അധികൃതർക്ക് ഉറപ്പു നൽകുന്ന രേഖയാണ് ഈ പാസ്പോർട്ട് എന്നത്. അങ്ങനെ ആ യാത്രയിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു എന്നിരിക്കട്ടെ, ഇത് മനസ്സിലാക്കിയാൽ ഏറ്റവും ആദ്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പരാതി രജിസ്റ്റർ ചെയ്യുകയും വേണം. നിങ്ങളുടെ പരാതിയുടെ ഒരു കോപ്പിയും റിപ്പോർട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നും ശേഖരിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടമായി എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ പരാതി എന്നത്. എന്നും മാത്രമല്ല, ബന്ധപ്പെട്ട എംബസിയിൽ നിന്ന് പുതിയ പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിക്കുവാനും അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുമെല്ലാം ഈ റിപ്പോർട്ട് സഹായിക്കുന്നതായിരിക്കും. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ അടുത്തതായി ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഏറ്റവും സമീപത്തുള്ള ഇന്ത്യൻ എംബസിയുമായോ ഇന്ത്യൻ കോൺസുലേറ്റുമായോ ബന്ധപ്പെടുക എന്നത് തന്നെ. നിങ്ങൾക്ക് തീർച്ചയായും അവിടെ നിന്നും വേണ്ട സഹായം ലഭിക്കുന്നതായിരിക്കും. പുതിയ പാസ്പോർട്ടിന് അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റിനോ അപേക്ഷിക്കുക. വിദേശത്ത് വെച്ച് കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ പുതിയൊരു പാസ്പോർട്ടിന് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാം. പുതിയ പാസ്പോർട്ട് ലഭ്യമാക്കുവാനാണ് തീരുമാനമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച വരെയെങ്കിലും താമസമെടുക്കുന്നതായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ലഭിക്കുവാൻ സാധ്യതയില്ലാത്തതിനാൽ തന്നെ പുതിയ പാസ്പോർട്ട് നമ്പറും പുതിയ സാധുതാ കാലയളവും അടക്കമുള്ള പുതിയ പാസ്പോർട്ട് ആയിരിക്കും ലഭ്യമാവുക. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ഇവയാണ്: നിലവിലെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ, പാസ്പോർട്ട് എങ്ങനെ എവിടെയാണ് നഷ്ടപ്പെട്ടത് അഥവാ കേടായത് എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം. പഴയ പാസ്പോർട്ടിന്റെ കോപ്പികൾ ലഭ്യമാണെങ്കിൽ ECR/non ECR പേജ് ഉൾപ്പെടെ ആദ്യത്തെ 2 പേജുകളുടെയും അവസാനത്തെ 2 പേജുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പി, യഥാർത്ഥ EC അഥവാ സീഷർ മെമ്മോ എന്നിവയാണ് ഹാജരാക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ പഴയ പാസ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പി പാസ്പോർട്ട് നഷ്ടപ്പെട്ട അഥവാ കേടായ അഥവാ മോഷ്ടിക്കപ്പെട്ടാൽ സമർപ്പിക്കേണ്ട ഒരു നിർബന്ധ രേഖയല്ല. എന്നാൽ പാസ്പോർട്ട് അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ പാസ്പോർട്ട് നമ്പർ, ലഭ്യമായ തീയതി, സാധുത അവസാനിക്കുന്ന തീയതി, ഇഷ്യൂ ചെയ്ത സ്ഥലം തുടങ്ങിയ മുൻ പാസ്പോർട്ട് വിശദാംശങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. പഴയ പാസ്പോർട്ട് ലഭ്യമാകുന്നത് വരെ തന്നെ കാത്തിരിക്കുവാൻ സാധിക്കില്ല എങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാം. ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്ന ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ പൗരന്റെ യാത്രയ്ക്ക് അനുമതി നൽകാനായും ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ സഹായിക്കുവാനുമാണ് ഉപയോഗിക്കുന്നത്. എമർജൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇപ്രകാരമാണ്: നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന്റെ ഇരുവശവും ഉൾപ്പെടുന്ന കോപ്പി, പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, EAP 2 ഫോം സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷ എന്നിവയാണ് ആവശ്യമായി വന്നേക്കുക. ഏത് തിരഞ്ഞെടുത്താലും നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ഇതുകൂടാതെ പാസ്പോർട്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കേണ്ടത് ഇങ്ങനെയാണ്: വിസ റീഇഷ്യൂ ചെയ്യുവാൻ അപേക്ഷിക്കാം. പാസ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ തന്നെ അതിനൊപ്പം നിങ്ങളുടെ വിസയും നിങ്ങൾക്ക് നഷ്ടമായേക്കും. അപ്പോൾ വിസ ലഭ്യമാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ആദ്യം നൽകിയ രാജ്യം ഏതാണോ അതിന്റെ എംബസി സന്ദർശിച്ച് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വിസ തിരികെ ലഭിക്കും. ഇതിനായി നിങ്ങളുടെ പഴയ വിസയുടെ പകർപ്പും ഫയൽ ചെയ്ത പോലീസ് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടി വരും. മാത്രമല്ല, വിസ ലഭ്യമാക്കുവാൻ നിങ്ങളുടെ പുതിയ പാസ്പോർട്ടും കൂടാതെ എമർജൻസി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഏറ്റവും അവസാനമായി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്യുകയും യാത്രാ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുകയുമാണ്. യാത്രകൾക്കായി ഫ്ലൈറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ തന്നെ ഈ രേഖകളെല്ലാം ലഭ്യമാക്കി വരുമ്പോഴേക്കും ഉദ്ദേശിച്ച സമയത്ത് പോകുവാൻ സാധിച്ചെന്ന് വരില്ല. ഈ ഘട്ടത്തിൽ ഫ്ലൈറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം. ഇതിനുമായി എയർലൈൻ അധികൃതരുമായി ബന്ധപ്പെടുക എന്നതാണ് കാര്യം. പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ടിനൊപ്പം തന്നെ നിങ്ങളുടെ യാത്രാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടവരെയും അറിയിക്കുക. ചിലപ്പോൾ ഇതിനുള്ള നഷ്ടപരിഹാരം ലഭ്യമായേക്കും. ഇതിനായി പോലീസ് റിപ്പോർട്ടും രസീതുകളും കൃത്യമായി സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പാസ്പോർട്ട് നഷ്ടപ്പെടുന്നവർ ഈ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.